അരിയും തിന്ന് ആശാരിച്ചും കടിച്ചു പിന്നെ ആർക്കൊക്കെയോ എങ്ങനെയൊക്കെയോ മുറുമുറുക്കുന്ന ഒരു ചൊല്ലുണ്ട് എന്ന് പറയുന്നത് പോലെ ഷാഫി പറമ്പിനെ പേരാമ്പ്രയിൽ അടിച്ചു 145 കോടി ജനങ്ങളിൽ ഒരു പ്രതിനിധി. ആ പ്രതിനിധിയെ കൈവച്ചപ്പോ ഇവിടെ ഷാഫി പറമ്പിനെ രാഹുൽ മാങ്കൂട്ടത്തിനെ തെറി വിളിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇവിടെ ഒരു സാധാരണ പ്രവർത്തകനെ പോലെ കരുതി എന്റെ ഒരു അടി കൊടുത്തു. ആ അടി തെറ്റാണ് എന്ന് ഇപ്പൊ ബന്ധപ്പെട്ടവരെല്ലാരും സമ്മതിക്കുന്നുണ്ട്. പണി പറ്റിപ്പോയി, പണി പാലം വെള്ളത്തിൽ കിട്ടുമെന്ന് ഉറപ്പുമായി. അത് ഉറപ്പായ സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ഉരുണ്ടും വീണും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടണം. കുറച്ചും കൊണ്ട് നീണ്ടുപോയി കഴിഞ്ഞാൽ ആ പോലീസുകാരന് പണിയില്ലാതെ ആയി പോവും. പിന്നെ അതിന്റെ മുന്നിൽ പ്രവർത്തിച്ചവർക്ക് ആരൊക്കെന്ന് വെച്ചാൽ അവരൊക്കെ അഴി എണ്ണുകയും ചെയ്യും. പക്ഷെ അപ്പോഴേക്കും ജനങ്ങൾ സംസാരം നിർത്തും, മീഡിയകൾ മറ്റു വഴികൾ പോകും. അതുവരെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ണിൽ പൊടിയിടണം. അതിനാണ് പേരാമ്പ്രയിൽ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ വെച്ച് കാച്ചിയത്, വെച്ച് അലക്കിയത്. ഇ.പി. ജയരാജന്റെ ഒരു വലിയൊരു പ്രസ്താവനയുണ്ട്. അതായത് ഷാഫിയുടെ മൂക്കിന്റെ പാലം മാത്രമേ ഇപ്പൊ പരിക്ക് പറ്റിയിട്ടുള്ളൂ, ഇനി പലതും പറ്റാനുണ്ട് എന്ന വിധത്തിൽ, അങ്ങനെ ദ്യോതിപ്പിക്കുന്ന വിധത്തിലാണ് ആ സംസാരം കേട്ടാൽ തോന്നുക. അതായത് വേണ്ടി വന്നാൽ ഇനിയും ആക്രമിക്കും എന്നുള്ളൊരു ധ്വനി. നോക്കി നടന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല പണി, നല്ല മുട്ടം പണി ഇനിയും കിട്ടും, അതൊക്കെ വാങ്ങിക്കെട്ടിക്കൊണ്ട് പോകേണ്ടി വരും എന്ന നിലയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. അണികളുടെ മുന്നിൽ ആവേശം കൊള്ളുന്നതൊക്കെ ശരി, അണികൾ ആവേശം കൊണ്ട് അല്ലെങ്കിൽ പോലീസുകാരെ ആവേശം കൊള്ളിച്ചുകൊണ്ട് ചെയ്തതിന്റെ പ്രതിഫലം വാങ്ങാനിരിക്കുന്ന സമയത്താണ് വീണ്ടും അവരെ കൂടുതൽ കുരുക്കിലേക്ക് തള്ളിവിടാൻ വേണ്ടി നേതാവ് തന്നെ ഇമാതിരി ഒരു പ്രഖ്യാപനവും ആഹ്വാനവും നടത്തുന്ന ആലോചിക്കണം. ജനങ്ങളെ എന്തായാലും കയ്യിലെടുത്തേ പറ്റൂ. ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി ഇ.പി. ജയരാജൻ നടത്തിയിട്ടുള്ള സംഭാഷണം ഇതാണ്. ഈ കോൺഗ്രസിന്റെ അകത്തുള്ള കുറെ ഭീരുക്കളുണ്ട്, നെഞ്ഞൂന്തി നടക്കുന്നില്ലേ അഭ്യാസികളായിട്ട്. ഒരടി പൊട്ടിയാ പിന്നെ ഒരു അഭ്യാസി ഉണ്ടാവില്ല. പിന്നെ ലീഗുകാരെ പിടിച്ച് മുമ്പിലിടും. അപ്പൊ ലീഗുകാരും മാർക്സിസ്റ്റുകാരും നമ്മൾ ഏറ്റുമുട്ടും. വളരെ സന്തോഷം. കെങ്കേമം, അപാര ബുദ്ധി അതിവിടെ പ്രയോഗിക്കാമല്ലേ? ഇതിനാണല്ലോ പുറപ്പെട്ടത്. അതിനായിരുന്നല്ലോ UDF ഇവിടെ പ്ലാൻ ചെയ്തത്. കോൺഗ്രസ് UDF എന്ന് ഞാൻ പറയുന്നില്ല. എനിക്കതുകൊണ്ട് മുസ്ലിം ലീഗുകാരോടാണ് പറയാനുള്ളത്. നിങ്ങൾ ഈ കോൺഗ്രസിന്റെ ഈ നിലവാരമില്ലാത്ത MP ആയി എന്നുള്ളത് കൊണ്ട് നിലവാരം ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് നിലവാരമില്ലാത്ത ഏതെങ്കിലും ഒരു നേതാവിന്റെ പിന്നാലെ നടന്ന് നിങ്ങൾ നാണം കെടരുത്. നിങ്ങൾ ഉയർന്ന് ചിന്തിക്കണം. ഈ കോൺഗ്രസിൽ ഇങ്ങനെ താങ്ങി നടക്കണമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അത് കേരളത്തിനും കേരള രാഷ്ട്രീയത്തിനും ഈ പ്രദേശത്തിനും ഗുണകരമാണോ? ഇത്തരത്തിലുള്ള നടപടികൾ ഗുണകരമാണോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഒരു പ്രശ്നവുമില്ലാത്ത ശാന്തമായ ഒരു പ്രദേശം. ആ പ്രദേശത്ത് പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിക്കുക, കെങ്കേമൻ കേട്ടോ. ഇനി സൂക്ഷിച്ചിങ്ങനെ പോയാ മതി. മൂക്കിന്റെ വാലേ പോയിട്ടുള്ളൂ. ഇപ്പൊ പോകുമ്പോ സൂക്ഷിക്കണം. എന്നാൽ ഇതിന് ചുട്ട മറുപടി, നല്ല മറുപടിയാണ് കെ മുരളീധരൻ മീഡിയകളെ കണ്ടപ്പോൾ കൊടുത്തത്. അതായത് പഴയതുപോലെയല്ല. ഇനിയിപ്പോ ഷാഫി പറമ്പിനെയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരൊന്നോ തൊട്ടു നോക്കിക്കഴിഞ്ഞാൽ അത് വിവരമറിയും. അത് മാത്രമല്ല, ഒരു പടി കൂടി കിടന്ന് ഷാഫി പറമ്പിനെ തല്ലിയ പോലീസുകാരൻ അയാൾ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി വീട്ടിലിരുത്തുന്നത് വരെ കോൺഗ്രസ് സമരം തുടരും എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് ഇപ്പൊ പാർലമെന്റിൽ പോയി കഴിഞ്ഞാൽ ഒരാഴ്ച ജയിൽ ശിക്ഷയാണ് അദ്ദേഹത്തിന് കിട്ടുക, ആ അടിച്ച പോലീസുകാരന് കിട്ടുക. ബന്ധപ്പെട്ടവരെ ബാക്കിയുള്ളവർ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും കൂടെ പോയി തിഹാർ ജയിലിൽ കിടക്കും, ഒരാഴ്ച കിടക്കും. പക്ഷെ അത് മാത്രം പോരല്ലോ. ഒരു MP ഈ വിധത്തിൽ കൈവയ്ക്കാൻ തുനിഞ്ഞ ഒരാൾ പിന്നെ സർവീസിലിരിക്കേണ്ട ആവശ്യമില്ല. അയാൾ പുറത്തു പോകുന്നത് വരെ പ്രതികരണം ഉണ്ടാകും, പ്രതിഷേധം ഉണ്ടാകും എന്ന് തന്നെയാണ് കെ മുരളീധരൻ വ്യക്തമാക്കിയിട്ടുള്ളത്. മുരളീധരന്റെ സംസാരം കൂടി നമുക്കൊന്ന് കേൾക്കാം. പേരാമ്പ്രയിലെ മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ ഒരു തിരക്കഥയാണ് മോളനെ വസ്തു എറിഞ്ഞു എന്നുള്ളത്. അവിടെ അങ്ങനെ യാതൊരു സംഭവം ഉണ്ടായതായി ഞങ്ങളുടെ ശ്രദ്ധയിലൊന്നും അന്ന് പെട്ടിരുന്നില്ല. മാത്രമല്ല, MP-യെ തല്ലിയതിൽ പാളിച്ച പറ്റി എന്ന് റൂറൽ SP പ്രഖ്യാപിച്ചതിന് ശേഷമാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശ്രീ സജീവ് ഇങ്ങനെ ഒരു ഇല്ലാക്കഥയുണ്ടാക്കി. അതിനെ തുടർന്നാണ് പോലീസിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ആക്ഷനിലേക്ക് ഗവൺമെൻറ് പോയത്. ഇന്നലെ E.P. ജയരാജൻ പറഞ്ഞത് ഇപ്പോൾ മൂക്കിൻ്റെ എല്ലിന് മാത്രമേ കുഴപ്പമുണ്ടായിട്ടുള്ളൂ, ഇനി ശരീരത്തിനും കുഴപ്പമുണ്ടാവുന്നതാണ്. അപ്പോൾ കലാപത്തിൻ്റെ ആഹ്വാനമാണ് ഇന്നലെ E.P. ജയരാജൻ നടത്തിയിട്ടുള്ളത്. അതിന് ഞങ്ങൾ സമാധാനപ്രിയരാണൊക്കെ ശരിയാണ്. പക്ഷേ ഞങ്ങളുടെ MP-യെ ദ്രോഹിക്കാൻ വന്നാൽ
ഞങ്ങളുടെ ഏതെങ്കിലും പ്രവർത്തകനെ ഇതുപോലെ തല്ലാനും പിടിക്കാനും വന്നാൽ ഇനി ഞങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കില്ല. നിയമം വേണ്ടി വന്നാൽ കോൺഗ്രസ് പാർട്ടി കയ്യിലെടുക്കും. അതിൽ ഞങ്ങൾക്ക് ആരും സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെയാണ് പേരാമ്പ്രയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ നടന്നത് CPMന്റെ ഗുണ്ടായിസാണ്. ആ ഗുണ്ടായിസത്തിന് പോലീസ് കൂട്ടുന്നു. അല്പം മനുഷ്യത്വം കാണിച്ച റൂറൽ എസ്പിനെ ഇന്നലെ ഭീഷണിപ്പെടുത്തുന്ന പ്രസംഗമാണ് EPI രാജന്റെയും TP രാമകൃഷ്ണൻ്റെയും ഭാഗത്തുനിന്നുണ്ടായത്. ഇന്ന് ശക്തമായിട്ടുള്ള സമരത്തിന് UDF അവിടെ നേതൃത്വം കൊടുക്കുകയാണ്. ശ്രീ പ്രവീൺ കുമാറിൻ്റെയും അതുപോലെ അഹമ്മദ് പുന്നക്കലിൻ്റെയും നേതൃത്വത്തിൽ ശക്തമായി അവിടെ UDF പ്രതിരോധിക്കും. MP-യെ തല്ലിയ പോലീസുകാരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുന്നത് വരെ ഈ സമരം ഞങ്ങൾ മുന്നോട്ട് പോകും. ജയരാജൻ ഇപ്പോൾ 75 കഴിഞ്ഞ് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നൊക്കെ ഒഴിവായപ്പോൾ പിണറായിൻ്റെ ദയാദാക്ഷിണ്യത്തിന് വേണ്ടി കെഞ്ചുന്ന ഒരു സഖാവിൻ്റെ ദയനീയ വിലാപമായിട്ട് മാത്രമേ ഞങ്ങൾ ഇന്നത്തെ പ്രസ്താവനയെ കാണുന്നുള്ളൂ. അതിനെ പരമപുച്ഛത്തോടെ ഞങ്ങൾ തള്ളിക്കളയാണ്. ഞങ്ങളെ തൊടാൻ വന്നാൽ, ഒരു പ്രവർത്തകനെ തൊടാൻ വന്നാൽ ശക്തമായി ഞങ്ങൾ പ്രതികരിക്കും. അടിവരയിട്ട് പറയുന്നു, നിയമം കയ്യിലെടുക്കേണ്ടി വന്നാൽ ഞങ്ങൾ കയ്യിലെടുക്കും. ഒരു സംശയമില്ല കാര്യത്തിൽ. Different angles. Don't forget to subscribe and support this channel.